അവർക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലഡ് സിസ്റ്റേഴ്സ്, ഇതില് ന്യൂലി അഡ്മിഷൻ എടുത്തവരും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്രദമായ വിഷയമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ടോപ്പിക് ചൂസ് ചെയ്തത്. നമുക്കിടയിലൊക്കെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണിത്. ആക്ച്വലി ഫീമെയിൽ ബ്യൂട്ടി അല്ലേ, ഫീമെയിൽ ബ്യൂട്ടി പ്രൊട്ടക്ട് ചെയ്യണോ, അത് വേണ്ടയോ, അതല്ലെങ്കിൽ കെയർലെസ് ആയിരിക്കണോ എന്നൊക്കെ ഉള്ള വിഷയങ്ങളിൽ നമ്മളൊക്കെ എപ്പോഴും അതായത് സംശയമാണ്. അതിലെന്തോ കഴമ്പുണ്ടോ അങ്ങനെയുള്ള ഇതില്ലേ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് ലേഡീസിന്റെ ബ്യൂട്ടി അത് നമ്മൾ സംരക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് ഖുർആൻ ക്ലാസ്സിന് പഠിക്കുമ്പോൾ നമ്മുടെ മഹല്ല അബ്ദുൽ സത്താർ മൗലവി എന്ന പറയുന്നൊരു മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് നൽകിയതെല്ലാം, ഈ എവറി സിംഗിൾ തിങ്, എല്ലാ സാധനങ്ങളും തന്നെ അമാനത്താണ്. സോ ഷുഡ് കെയർ ഇറ്റ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുർആനിന്റെ ആഹ്വാനമാണ്. അതായത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ തിങ്സും കുല്ല ഷൈഇൻ അല്ലെ, അള്ളാഹുവിന്റെ ഓണർഷിപ്പിൽ ഉള്ളതാണ്. ഈവൻ ഈ രണ്ടു കണ്ണുകൾ പോലും ലോകാത്ഭുതങ്ങളിൽ ഒന്നാമത്തതെന്ന് വേണം പറയാൻ. നമ്മുടെ കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ ടോപ്പിക് ഞാൻ ഉപേക്ഷിക്കുന്നു. അത്രയ്ക്ക് മിറാക്കിളാണ് നമ്മുടെ കണ്ണിന്റെ കാര്യം. നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത് സയൻസ് ഓഫ് ദ ഐ. കണ്ണിന്റെ സയൻസ് പഠിക്കാൻ പോയാല് നമുക്കൊന്നും അറ്റം കിട്ടില്ല. കാരണം ഞാൻ എന്ന വ്യക്തി ഇപ്പൊ കണ്ണിൽ കാണുമ്പോൾ എന്നെ ശരിക്കും ഞാൻ എന്തെങ്കിലും ഒരു സാധനം കാണാന്ന് വെച്ചാൽ, ഒരാളെ കാണുമ്പോൾ ശരിക്കും അതെന്റെ കണ്ണിലെത്തുന്ന തല തിരിഞ്ഞിട്ട്, അത് എന്നിട്ട് ബ്രെയിനിൽ പോയി അവിടെ ഫങ്ഷനിങ് നടന്ന് ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ എനിക്ക് ആ വ്യക്തമായ ഒരു കാഴ്ച കിട്ടുന്ന സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിന്റെ ഒരു കഴിവല്ലാണ്ട് മറ്റെന്ത് പറയാനില്ലേ. എല്ലാം കുല്ല ഷൈഇൻ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാ വസ്തുക്കളും എന്നിലേക്ക് മടങ്ങുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെപ്പോഴും തന്നെ അള്ളാഹുവിനെ കുറിച്ചില്ലേ, അള്ളാഹു എന്താണോ നമുക്ക് നൽകിയത്, കുല്ല ഷൈഇൻ, എല്ലാ സാധനങ്ങളും തന്നെ എന്താണ്, ദേ ആർ ഒബ്ലിഗേറ്റഡ് ടു റിട്ടേൺ അല്ലെ, തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ഈ ഇതൊക്കെ റൂഷും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടത് നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഇത് ഇട്ടിട്ടാണോ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടാകും. ആക്ച്വലി നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടാ. ലിപ്സ്റ്റിക്ക് പുറത്തു പോകുമ്പോൾ നമുക്ക് പാടില്ല അല്ലെ. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട്, പക്ഷെ നമുക്കത് ഇടണ്ടെന്ന് പറയാൻ പറ്റൂല. രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, മറ്റുള്ള ഈ ഒരു ഓവർ കോസ്മെറ്റിക്സ് ഒക്കെ തന്നെ ഓവർ കെമിക്കൽ ആഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളല്ലാണ്ട് ഗുണങ്ങൾ ചെയ്യുന്നില്ല. അഥവാ അങ്ങനെ സ്കിൻ കളറും സ്കിൻ ടോണും സ്കിൻ എന്താ പറയുക നേച്ചറൊക്കെ ഒന്ന് ബ്യൂട്ടി ആക്കണമെങ്കിൽ ഈ ഇഞ്ചാതി മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും തന്നെ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അല്ലെ. ഇപ്പം നിങ്ങൾക്കറിയാം, ഫിലിം സ്റ്റാർസിലൊക്കെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവര് അത് കഴുകിപ്പോക്കാനായിട്ട് വേറെന്തോ ഒരു സാധനം കൊണ്ട് എന്തോ സ്പെഷ്യൽ ഒരു മെഡിസിൻ വെച്ച് കഴുകി പോക്കിയിട്ടാണ് അവരൊക്കെ രാത്രി കിടന്നുറങ്ങുക. അപ്പൊ അതിലൊന്നും തന്നെ ഒരു കഴമ്പില്ല. ഇപ്പം ഇഷ്ടമാതിരി യൂട്യൂബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ ആക്ച്വലി ഇതൊന്നും തന്നെ നമ്മുടെ ബോഡിക്ക് അത്ര ആരോഗ്യത്തിനും സ്കിന്നിനും ഒന്നും അല്ലെ, ക്യാൻസർ പോലും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് കൊടുത്തെന്ന് വെച്ചിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാനാണെന്നൊന്നും ആരും വിചാരിക്കരുത്. എനിക്ക് ഇതിന്റെ കമ്പനിയെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടെന്ന് മാത്രം. എന്നുവെച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് പുറത്തു പോകാനൊന്നും നമുക്ക് യാതൊരു ഓപ്ഷൻ ഇല്ലതാണ്. അതിന്റെ ബാക്കി കാരണങ്ങൾ പറയാം അല്ലെ. അപ്പം ദേ ആർ ഒബ്ലിഗേറ്റഡ് ടു റിട്ടേൺ, നമുക്ക് കിട്ടിയതെല്ലാം തന്നെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണില്ലേ. അതായത് ഈവൻ നമ്മുടെ കണ്ണും കാതും മക്കളും സ്വത്തും സമ്പാദ്യവും വീടും അല്ലെ, നമ്മുടെ ഉറ്റ
ഉറ്റവർ ഇടയവരുമെന്ന് പറഞ്ഞ് നമ്മുടെ ഉപ്പയും ഉമ്മയും വരെ അല്ലെ, ഈവൻ രാപ്പകലില്ലാതെ നമ്മളെ കൊണ്ട് നടക്കുന്ന ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പന്റെ ഉമ്മന്റെ കൺട്രോൾ പോയി നമ്മൾ ഭർത്താവിന്റെ തണലിലും കയറിലും ആയില്ലേ. അവരെല്ലാ സമയം നമ്മോടൊപ്പമാണ്. ഉച്ചക്ക് രാവിലെ ചായ കുടിക്കാൻ, ഉച്ചക്ക് ചോറുന്നാൻ, രാത്രി വരും, കൂടെ കിടക്കും. നമ്മൾ പോകുമ്പോ നമ്മളെ കൂടെ എസ്കോർട്ടായിട്ട് വരും, നമ്മൾ അവിടെ കൊണ്ടുപോയി വിടും, തിരിച്ചു കൊണ്ടുവരും അല്ലെ. നമ്മളെ വീട്ടിലെ അരി, ചില്ലാണം, പുളിയും മുളക് ടു സെറ്റ് സാധനങ്ങൾ അവര് വാങ്ങിത്തരും അല്ലെ. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൊണ്ട് നടക്കുന്ന ഹസ്ബൻഡുമാര് പോലും ഒരിക്കൽ നമ്മെ വിട്ടു പോകും. എന്നാൽ ഈ പരമാർത്ഥം ആരും തന്നെ ശ്രദ്ധിക്കാറില്ല അല്ലെ. അത് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിട്ട് ബേജാറായി നടക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഇതൊക്കെ അള്ളാഹു തന്ന അമാനത്താണ്. അതും അള്ളാഹുവിന് ഏത് സമയം തിരിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നല്ല, ഒരു പവർ ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് അല്ലെ. പലർക്കും തന്നെ ഭർത്താവ് മരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാനൊന്നും പാടില്ല, അവർ ജീവിച്ചിരിക്കട്ടെ, അതാണ് നമ്മുടെ ഇസ്സത്ത് അല്ലെ. ബട്ട് എന്തെങ്കിലും പ്രശ്നത്തിൽ എന്തെങ്കിലും കാരണവശാൽ അഥവാ അങ്ങനെ അള്ളാഹു തിരിച്ചു വിളിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ വളരെ ക്ഷമാപൂർവം നമ്മൾ ആ രംഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പം അഹ്സനു ഖാലിഖീൻ, അള്ളാഹുവിനെ കുറിച്ചിട്ട് അള്ളാഹു തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും നല്ല അല്ലെ, അള്ളാഹു ഇൻട്രൊഡ്യൂസ് ടു അസ്, ഞങ്ങൾക്ക് ഞാൻ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അല്ലെ. അതിനാൽ ഞാൻ അനുഗ്രഹീതനായി, നല്ല നല്ല സൃഷ്ടികളെ സൃഷ്ടിച്ചത് നിമിത്തം ഞാൻ അനുഗ്രഹീതനായി എന്ന് അള്ളാഹു തന്നെ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും മസ്റ്റ് ബി റിട്ടേൺസിലെ എല്ലാം തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട. ഒരു ചെറുപ്പത്തിലുള്ള ചുറുചുറുക്കും ആരോഗ്യമൊന്നും ഒരു 30 വയസ്സ് 40 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ നമ്മളെ ഓരോ ഗ്രാജുവലി നമ്മളെ എല്ലാ സൗന്ദര്യവും ആരോഗ്യവും വയസ്സ് കൂടും, ബാക്കിയെല്ലാം ഡിക്രീസ് ആവും അല്ലെ. വയസ്സ് മാത്രമാണ് മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. ഹെൻസ് വി ഷുഡ് കെപ്റ്റ് പ്രോപ്പർലി. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരവും ശരീര സൗന്ദര്യവും ഒക്കെ അതിന്റെ രീതിയിൽ തന്നെ പിന്നെ സൂക്ഷിക്കേണ്ടത്. അതായത് മൗലവി പറയുമ്പോൾ നല്ല രസമാണ് അല്ലെ. ഭൂമിയിലേക്ക് വരുന്ന ഏതൊരു വസ്തു നമുക്ക് തന്നിട്ടുള്ളതൊക്കെ അള്ളാഹു തിരിച്ചെടുക്കുന്നതാണ്. നമ്മളെ ജനിക്കുമ്പോ, അതായത് നമ്മള് ബൈ ബേർത്ത് ഉമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോ നല്ല സ്മൂത്തായ സ്കിന്നായിരിക്കും അല്ലെ, മൈന്ത ക്യൂട്ടായിരിക്കും, കാഴ്ചയുള്ള കണ്ണുകൾ, നല്ല കേൾവിയുള്ള ചെവി അല്ലെ, നോ പ്രഷർ, നോ ഷുഗർ, നോ ലെഗ് പെയിൻ, നോ ഹാർട്ട് അറ്റാക്ക് അല്ലെ. ഒരു അസുഖം ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പടച്ചു വിട്ടിട്ടുള്ളത്. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലോ അല്ലെ, വെരി ഗുഡ് മെന്റൽ സ്റ്റേറ്റ് അല്ലെ, നല്ലൊരു മാനസികാവസ്ഥയിലുമാണ് അല്ലെ ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പുറത്ത് വരും അല്ലെ. പക്ഷെ 50-60 വയസ്സാകുമ്പോ റിട്ടേൺ ആയി പോകാനാകുമ്പോഴത്തേക്ക് നമ്മുടെ സിറ്റുവേഷൻ ആകെ മാറി മറയും അല്ലെ. പ്രഷർ ഒരു വക, ഹാർട്ട് അറ്റാക്ക് ഒരു വക, സ്ട്രോക്ക് വരാൻ നിൽക്കുന്നു, ഷുഗറിന്റെ ഗുളിക, കണ്ണിന്റെ കാഴ്ച പോയി, കിഡ്നി പോയി, വെയിറ്റ് കൂടി, നടക്കാൻ വയ്യ, 2 കാലും ഓപ്പറേഷൻ ചെയ്തിട്ടാണ് എണീറ്റ് നിൽക്കുന്നത് പോലും, സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ 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 അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള എല്ലാ അമാനത്തുകൾ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുവദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമ ബിൽ അദിൽ. അതായത് അള്ളാഹു നിങ്ങളോട് അവയുടെ ഉടമസ്ഥർക്ക് അമാനത്തുകൾ തിരിച്ചു നൽകാനും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുന്നുവെങ്കിൽ നീതിപൂർവം വിധിക്കാനും കൽപ്പിക്കുന്നു. സൂറത്തു നിസായിലെ ഒരു ഇതാണ് അല്ലെ. അപ്പം പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീര സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ അപ്പം എന്താണ്, അമാനത്ത് തന്നെയാണ്. അതൊക്കെ അതിന്റെ രീതിയിൽ സംരക്ഷിച്ചു പോകണം. നമ്മളെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു തോന്നലുണ്ട്, ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം ഇനി മതി, ഇനിയിപ്പോ എന്തിനാണ് കുറെ പ്രസവിച്ച് മക്കളും കുട്ടികളും പണി, നമ്മളെന്തിനാ നമ്മളെ ശരീരം ഇങ്ങനെ നോക്കുന്നത്. അങ്ങനത്തെ ഒരു അഴകുഴ സമീപന രീതിയാണ്. ആക്ച്വലി അത് കറക്റ്റ് ആണോ, അങ്ങനെയാണോ? അങ്ങനെയല്ല അല്ലെ. അതായത് നമുക്ക് നമ്മുടെ ആരോഗ്യം എപ്പോഴും അറ്റ് ഫസ്റ്റ് ആണ് അല്ലെ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളതേ ഉള്ളൂ. ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് വീട്ടിലായാലും നാട്ടിലായാലും ദാമ്പത്യ ജീവിതത്തിലായാലും ഈവൻ നമ്മുടെ മക്കള് വരെ മാനിക്കണമെങ്കിൽ ഒരു സ്നേഹിക്കണമെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഉമ്മയാവണം അല്ലെ. എപ്പോഴും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളോട് നല്ലോണം വർത്താനം പറയാൻ പോലും പേടിയായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ ഒരു
ചോറ് ഒരു ബിരിയാണി ഉണ്ടാക്കി തരുന്ന ഉപകാരം കൂടി ഉമ്മനെ കൊണ്ടില്ല അല്ലെ. ഉമ്മ എപ്പോഴും രോഗം പറഞ്ഞു ഉമ്മന്റെ എക്സ്റേ എപ്പോഴാ വരുന്നത്, സ്കാനിങ് എപ്പോഴാ വരുന്നതെന്ന് വിചാരിച്ച് നല്ല മനസ്സോടെ ചെയ്യുന്ന മക്കളുണ്ടാവും, എല്ലാത്തവരും ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അടുത്ത വീട്ടിൽ നമ്മൾ കസാര വാങ്ങും അല്ലെ. അതിന്റെ കാല് പൊട്ടി പോയാലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒന്ന് എണ്ണം കുറഞ്ഞാലൊക്കെ നമ്മൾ അവര് അതുപോലെ കൊണ്ടുപോയി കൊടുക്കോ? ഇല്ല അല്ലെ. അതിന്റെ കസാല പകരം ഒന്ന് വാങ്ങിക്കൊടുക്കുക. അതുപോലെ ഒരു നോൺ സ്റ്റിക് പാത്രം വാങ്ങി അതൊരു സ്റ്റീൽ ബോൾ ഇട്ട് നമ്മളെ വീട്ടിലെ സെർവന്റ് കഴുകി അല്ലെ. അപ്പൊ നമുക്കത് അപ്പാട് കൊണ്ടുപോയി കൊടുക്കാൻ തോന്നും? ഇല്ല. നമ്മളെന്താ അള്ളാഹുവിന്റെ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോ ഒന്നുക്ക് അതിന് പൈസ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ പാത്രം വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയില്ലേ, വല്ല കഷ്ടായി പോയിട്ടോ, ഞാനല്ല കേട്ടോ, അത് ഓള് കഴുകിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ അള്ളാഹു നമുക്ക് തന്ന ഓരോ ആരോഗ്യം, സൗന്ദര്യം, കണ്ണ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ അമാനത്താണ് അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ ഗഫ്ലത്തിലാണ്, നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല അല്ലെ. അതങ്ങനെ നശിച്ചു പോട്ടെ എന്നുള്ള മൂടാണ്. ഭക്ഷണം കഴിക്കുന്നതിനാണ് ഒരു കണക്കില്ല. ഷുഗറും പ്രഷറും വരുന്നതാണെങ്കിൽ അതൊരു വക. നടത്തൊക്കെ വളരെ നടത്തം കമ്മിയാകുമ്പോ എന്തായാലും 40 കഴിഞ്ഞാൽ നമുക്ക് ഷുഗറോ പ്രഷറോ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അല്ലെ. ഇനി പുറത്ത് നടക്കാൻ പറ്റിയില്ല, എന്തൊക്കെ ഇൻഡോർ ഗെയിം പിന്നെ എക്സസൈസസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യണം അല്ലെ. അപ്പൊ ബി കെയർഫുൾ, ഇന്ന സമയ ബൽ ബസ്വറ കൊല്ലു ഉലായിക്ക അൻഹു മസ്ഊല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കേൾവിയും കാഴ്ചയും പിന്നെ എല്ലാം പിന്നെ ചോദ്യം ചെയ്യപ്പെടും, നീ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്ത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓവർ ഷുഗർ ഒക്കെ ആയിട്ട് കിഡ്നിയൊക്കെ പോവുകയാണെങ്കിൽ അതല്ല, എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു ചോദിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് തന്നിട്ടാണല്ലോ നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്, നീ എപ്പോഴേലും ഇങ്ങനെ ആയിട്ടുള്ളത് എന്ന് ചോദിക്കും അല്ലെ. ഇന്നാ ഹറലൻ അമാനത്ത് അല സമാവാത്തി വൽ അർളി വൽ ജിബാലി അല്ലെ. അതായത് മനുഷ്യന് നൽകപ്പെട്ട വലിയ ഉത്തരവാദിത്വം ദീനും നീതിയും പാലിക്കണം അല്ലെ. അതും നമ്മുടെ ഒരു അമാനത്താണ്. അതുപോലെ തന്നെയുള്ള അമാനത്താണ് നമ്മുടെ ആരോഗ്യം അല്ലെ. അതായത് നമുക്ക് എത്ര നല്ല ഹെൽത്തി ആയിട്ടാണോ നമ്മളിവിടെ പറന്നു വീണ അതേ രീതിയിൽ നമ്മൾ ഹെൽത്തും സ്കിന്നും എല്ലാം രീതിയിൽ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ തിരിച്ചേൽപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ. നമുക്ക് എല്ലാവരും വിചാരമുണ്ട് അല്ലെ, 4 ആളുകളെ മുമ്പ് പോകുമ്പോഴാണ് നമുക്ക് ഭംഗി വേണ്ടതെന്ന്. നമുക്കില്ലെങ്കിലും നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക് ഓവറായിട്ടുണ്ട് അല്ലെ. ലിപ്സ്റ്റിക്കും ചാന്തും അതും ഇതൊക്കെ വാരി തേച്ച് അതല്ല. അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് അതായത് ഒരു മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് അല്ലെ, ഫോർ ഷോ ആയി മാറുന്നത് ഏറ്റവും വലിയൊരു മിഥ്യാധാരണയാണ് അല്ലെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മെയിൻറ്റെയിൻ അവർ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത്. അതായത് നമ്മളെ ബ്യൂട്ടിയും ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. വാട്ട് ഫോർ, എന്തിനു വേണ്ടി അല്ലെ. നമുക്കെല്ലാം അതിന്റെ ഒരു ധാരണ ഇത് പുറത്തുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അങ്ങനെ ആണോ? അല്ല അല്ലെ. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അതായത് അതായത് നമ്മുടെ ഏറ്റവും നല്ല രൂപ ഭംഗിയിൽ സൃഷ്ടിച്ച അള്ളാഹു അനുഗ്രഹീതനാണ് അല്ലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അതായത് ലാ തുഫരിഖു ബൈന അഹദി, നിങ്ങൾ ആരും തന്നെ ഒരു വിഷയത്തിന്റെ പേരിലും പരസ്പരം കലഹിക്കരുത് എന്ന് പറഞ്ഞ അള്ളാഹു, അതായത് അഹ്കമുൽ ഹാക്കിമീനായ അള്ളാഹു ഒരു തരത്തിലുള്ള അനീതിയും അള്ളാഹു നമ്മോട് ചെയ്തിട്ടില്ല അല്ലെ. ആൻഡ് ദെൻ ഹൗ, എങ്ങനെ നമ്മളെ അള്ളാഹു തന്ന ആരോഗ്യം, സൗന്ദര്യം, നമ്മുടെ ഭൂമി, ഈവൻ നമ്മുടെ ഭൂമി പോലും നമ്മുടെ പരിസ്ഥിതിക്ക് എതിരായിട്ട് നമ്മൾ മല വെട്ടിയിറക്കി റോഡ് ഉണ്ടാക്കുന്നു, റോഡ് വെട്ടിയിറക്കി പുഴയുണ്ടാക്കുന്നു, പുഴയിൽ മണ്ണ് കൊണ്ടിട്ട് ഭൂമിയാക്കുന്നു. ഇങ്ങനെ നമുക്ക് തോന്നിയ മാതിരിയാണ് അല്ലെ. അപ്പൊ അതിനൊന്നും തന്നെയുള്ള എന്താ പറയാ റൈറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടില്ല അല്ലെ. അതായത് ഫീമെയിൽ ബ്യൂട്ടി ഇസ് എ മിറാക്കിൾ അല്ലെ. ഖുർആനും ഹദീസും ശാസ്ത്രവും കവികളും ഗാനരചയിതാക്കളും ഒക്കെ പാടി പുകഴ്ത്തുന്ന ഒന്നാണ് അല്ലെ. അതായത് ഖുർആനിൽ തന്നെ എത്രയോ സ്ത്രീകള് ഉർബൻ അത്രാബ അസാബുൽ പിന്നെ എന്താ പറയാ മഷാമത്തി അസാബുൽ മഷമ എന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ള പിന്നെ സൂറത്തുൽ വാക്കിയയിലെ ആയത്തുകളിലൊക്കെ ഒരുപാട് സ്ത്രീകളെ കുറിച്ചിട്ടും കുട്ടികളെ കുറിച്ചിട്ടും അവരുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടൊക്കെ പൂർലിൻ പെണ്ണുങ്ങളെ കുറിച്ചിട്ടൊക്കെ വർണ്ണിക്കുന്നത് കാണാം. അപ്പൊ സ്ത്രീ സൗന്ദര്യം എന്ന് പറയുന്നത് അത് വർണ്ണിക്കാത്തവരില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ശാസ്ത്രത്തിലുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് അതിനു വേണ്ടി അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായുന്നവരാണ് ശാസ്ത്രങ്ങൾ അല്ലെ. കവികൾ പാടുന്നു, പാട്ടുകളിലൊക്കെ
ഒക്കെ ഉണ്ട് ല്ലേ. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇത് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ല്ലേ? അള്ളാഹു തന്നതല്ല, അതൊരിക്കലും നമ്മൾ തിരിച്ചു കൊടുക്കണം ല്ലേ. അതായത് നമ്മളെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുമ്പോ തന്നെ ഒരു അറപ്പും വെറുപ്പും തോന്നുന്നു ല്ലേ. അവര് വീട്ടിലെ പണികളെല്ലാം ഒരുപാട് സമയം ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 5 മണിയായാലും പണി തീർന്നിട്ടുണ്ടാവില്ല, അസർ നിസ്കരിച്ചിട്ടും ഉണ്ടാവില്ല, കുളിച്ചിട്ടും ഉണ്ടാവില്ല അല്ലെ. നല്ല പോലെ കുളിക്കൂല, ഡ്രസ്സ് ചെയ്യൂല, സ്കിൻ കെയർ റൊട്ടീൻ ഒന്നും ചെയ്യൂല. ഫേസ് ആണെങ്കിൽ വെയിലൊക്കെ കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ കറുത്ത കലകളും അല്ലെ. അങ്ങനെ സ്മൂത്ത് ഇല്ലാണ്ട് കണ്ണുകൾക്കാണെങ്കിൽ ഒരു സൂത്തിങ് എഫക്റ്റ് ഉണ്ടാവില്ല. കണ്ണിനൊരു തണുപ്പും കുളിർമയൊക്കെ വേണമല്ലോ അല്ലെ. കണ്ണിന്റെ എക്സസൈസ് ചെയ്യണം. സ്കിന്ന് ഡാമേജ്ഡ് ആയിരിക്കും. സൺലൈറ്റ് എത്ര വെയിലത്തും കൂളായിട്ട് മുഖത്ത് ഒന്നും ഇല്ലാണ്ട് സൺലൈറ്റും തട്ടി നടക്കൂലേ. അതായത് നട്ടുച്ച വെയിലത്ത് സൺലൈറ്റ് സ്കിന്നിൽ പറ്റൂല, അത് സൺ ടാൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും ശ്രദ്ധിക്കുകയില്ല അല്ലെ. അങ്ങനെ നടക്കും. എപ്പോഴും ക്ഷീണം, തടിച്ച് വെച്ചിട്ട് കവിളൊക്കെ തൂങ്ങിയില്ലേ. എന്തോ ഒരു കഥ ആയിരിക്കും നമ്മൾ അധിക സ്ത്രീകളെയും കാര്യത്തിൽ. അവര് രാവിലെ എണീക്കുന്നു, ജോലി ചെയ്യുന്നു, എവിടെങ്കിൽ വിരുന്ന് പോകാണ്ടേയും പോവും, പിന്നെ കുട്ടികളെ കാര്യം അങ്ങനെ കഴിഞ്ഞ് പോവും ല്ലേ. 2 ഭാഗത്തും തടിച്ച് സൈഡ് ബെല്ലി, കാലുകൾക്ക് നീർക്കെട്ട്, നടക്കാൻ വയ്യാത്ത അവസ്ഥ അല്ലെ. ഈ 2 ഭാഗത്തും വണ്ണം വെക്കുന്ന വെച്ചാൽ നമ്മുടെ കൊഴുപ്പുകളിൽ അധികം അടിഞ്ഞു കൂടുന്ന സ്ഥലങ്ങള് ഒന്ന് വയറ്, 2 സൈഡ് ബെല്ലി, അതായത് ഊരന്റെ ഭാഗത്ത്, ലേഡീസിന് അധികം ഉരഭാഗത്താണ്, പിന്നെ കവിളും ല്ലെ, വയറും. ഈ സ്ഥലങ്ങളിലാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ല്ലെ. ഒരു കണ്ടാൽ തന്നെ ഒരു 90 വയസ്സായ, ഒരു 40 വയസ്സ് 45 സ്ത്രീ ആണെങ്കിൽ പോലും വെയിറ്റും തടിയും കോലും ഒക്കെ കണ്ട ഒരു 90 തോന്നിക്കും ല്ലെ. അപ്പൊ അത്രക്ക് നമ്മുടെ ബോഡി ആക്ച്വലി അവര് ലിറ്ററലി പറയുകയാണെങ്കിൽ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലാണ് ഇന്ന് അധികം ആളുകളും യൂസ് ചെയ്ത് പോരുന്നത് ല്ലേ. ഒന്ന് നമുക്ക് കുട്ടികളും മക്കളും വീടും ഒക്കെ ആയി പറ്റുന്നില്ല എന്നതാണ്. രണ്ടാമത്തത് ഇനിയിപ്പൊ നമ്മളെ കെട്ടിയും വേറെ കെട്ടാനൊന്നും പോവില്ല, ആ ഒരു ധാരണ, അതൊരു ഇത്. ഇനി അഥവാ ഭർത്താക്കന്മാരില്ലാത്തവരാണ് അവരെന്ത് വിചാരിക്കുക, നമുക്ക് ഇനി കല്യാണം ഒന്നും ഇല്ല, ഇനി ആർക്ക് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങലല്ല അല്ലെ. അണിഞ്ഞൊരുങ്ങലല്ല, ഞാനീ പറഞ്ഞ പോലെ അമാനത്ത് സൂക്ഷിക്കലും. ഭർത്താവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങൽ ഹലാലുമാണ് ല്ലേ. കാരണം നമ്മുടെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീന്റെ മുഖത്ത് നോക്കാനോ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാനോ അവരെ ഡ്രസ്സ് ചെയ്താ ഒന്ന് എങ്ങനെയുണ്ട് നോക്കാനോ ഒന്നും അവർക്ക് പാടില്ല ല്ലെ. അതൊക്കെ അബ്സാറഹുന്ന എന്നാണ്, നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹലാലായ രീതിയിൽ യൂസ് ചെയ്യാനുള്ള ഒരേ ഒരു സ്ത്രീ ശരീരം നമ്മുടേത് മാത്രമാണ് ല്ലെ. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അമാനത്തുകളിൽപ്പെട്ട അമാനത്താണ് ഒന്ന് മനുഷ്യ ശരീരം ല്ലെ. എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് തന്നെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. അത് സംരക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടതും നമ്മുടെ നിർബന്ധ ബാധ്യത തന്നെയാണ് ല്ലേ. അത് വികൃതമാക്കില്ലേ. ഇഫ് യു വാക്ക് വിത്തൗട്ട് ബ്യൂട്ടി, സൗന്ദര്യം ഇല്ലാണ്ട് ല്ലേ, അങ്ങനെ എന്തോ ഒരു കോലത്തിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇമോഷണലി ആയ നമ്മിൽ നിന്ന് കിട്ടുന്ന, അല്ലാതെ നമ്മളെ കാണുമ്പോ ഒന്ന് നോക്കാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിൽ ആയി പോകരുത് ഒരിക്കലും ല്ലെ. സ്ത്രീകൾ നമ്മള് ഭാഗ്യവാന്മാരാണ് ല്ലെ. നമ്മളെ ശാരീരിക സൗന്ദര്യം ഇവിടെയും നമുക്കുണ്ട്. അള്ളാഹു യുഹിബ്ബുൽ ജമാൽ അല്ലെ. അള്ളാഹു അള്ളാഹു ഭംഗിയുള്ളവനാണ്. അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആ സ്ഥിതിക്ക് തന്നെ നമ്മൾ പിന്നെ എന്തിനാ ഈ ഭംഗി? എന്നാ പിന്നെ അള്ളാഹുവിനെ വിചാരിക്കാമായിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് ഒട്ടും സൗന്ദര്യം വേണ്ട എന്ന് ല്ലേ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അള്ളാഹു നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വാനോളം ല്ലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പിന്നെ സൗന്ദര്യം നൽകിയിട്ടുള്ള. അത് സൂക്ഷിക്കാൻ ഈ കാണപ്പെട്ട യൂട്യൂബിൽ വരുന്ന കംപ്ലീറ്റ് കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് സ്കിന്ന് തടിച്ച് തായി അന്നേരം ചിലപ്പം തേച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു പിന്നെ ബ്രൈറ്റനിങ്ങും ഗ്ലാമറും ഒക്കെ ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്കിന്ന് ഡാമേജ്ഡ് ആവും, ചൊറിച്ചൽ വരും, വെള്ളം നിറം വരും, വെള്ളപ്പാണ്ട് പോലെ ആവും. അങ്ങനെയൊക്കെയുള്ള മിക്ക സാധനങ്ങളും ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. നമ്മളെ നാട്ടിൽ സുലഭമായിട്ടുള്ളതും എന്നാൽ ഇന്ന് ഒരുപാട് വില കൂടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സാധനമാണ് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ. ഇതൊക്കെ ഇപ്പൊ അമേരിക്കയിലൊക്കെ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടി പോകുന്ന സാധനമാണ്. നമുക്ക് നാട്ടിൽ
എന്താ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെയാണ് സ്കിന്ന് പിന്നെ എന്താ പറയാ മസാജ് ചെയ്യാനും സ്കിന്നിന്റെ നറിഷിങ് നിലനിർത്താനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ വെളിച്ചെണ്ണ. അത് തന്നെ മസാജ് ചെയ്യാനൊക്കെ അതിൻ്റെതായ ടേംസുകളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യും വേണം. നമുക്ക് തോന്നിയ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഒക്കെ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക, സ്കിന്നൊക്കെ സാഗ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ സൗന്ദര്യം സംരക്ഷിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് പുറത്ത് പോയിട്ട് അന്യ പുരുഷന്മാരെ അല്ലെങ്കിൽ അങ്ങാടി പോകുമ്പോൾ അവരെങ്കിലും പിന്നെ എന്താ പണിക്ക് അട്രാക്ട് ചെയ്യാനോ കല്യാണപ്പുരയിൽ പോയിട്ട് കല്യാണം വീട്ടിലുള്ളവരെ അട്രാക്ട് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല സൗന്ദര്യം തന്നിട്ട് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെ ആസ്വദിപ്പിക്കാൻ. അവർക്ക് ആകെ ഒരു ഹലാലായിട്ടുള്ള ഒരു ബോഡി എന്ന് പറയാൻ ഒരു ഭാര്യയുടെ, അതായത് സ്വന്തം പാർട്ട്ണറെ ശരീരം മാത്രമാണ്. ഈവൺ ഉമ്മയെ ശരിക്കും അങ്ങനെ നോക്കാൻ പറ്റുമോ? വേറെ ഉദ്ദേശത്തിൽ സിസ്റ്ററെ പറ്റുമോ? ഈവൺ അവന് സ്വന്തം പെൺമക്കളെ പോലും അവർക്ക് നോക്കാനോ അങ്ങനത്തെ രീതിയിലുള്ള അതല്ലേ ഇമോഷണൽ നോട്ടങ്ങളൊന്നും അവിടെ ഹലാലല്ല. അത് നമ്മളെ മേലിൽ മാത്രമല്ല. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അമാനത്താണ് നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ. അത് ഈ വീട് പണിന്റെയും മറ്റു പലതിന്റെയും പേരിൽ നമ്മൾ കളയുന്നെങ്കിൽ അത് നമ്മൾ അതിന് തീർത്തും ഉത്തരവാദികൾ തന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഇപ്പൊ പണിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. പക്ഷെ പണിയായി പെരുപ്പിച്ച് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകരുത്. കഴിയുന്നത് ചെയ്യുക, ബാക്കി കഴിയില്ലെങ്കിൽ ചെയ്യാണ്ട് നിൽക്കുക അല്ലെ. ഒരുപാട് പണിയെടുത്ത് നേരത്തെ നിസ്കരിക്കാനും പറ്റുന്നില്ല, ഓതാനും പറ്റുന്നില്ല, ബോഡി കീപ്പ് ചെയ്യാനും പറ്റുന്നില്ല അല്ലെ. ആ കോലത്തിലേക്ക് നമ്മൾ ഒരിക്കലും ആകാതിരിക്കുക. ദർഫോർ പ്ലീസ് നിങ്ങളുടെ ഹസ്ബൻഡിനെ വിചാരിച്ചെങ്കിലും നിങ്ങൾ ഭംഗിയായി വൃത്തിയായിട്ട് നടക്കാൻ ശ്രമിക്കുക അല്ലെ. ഭംഗിയായി നടക്കുക എന്നുള്ള മീൻസ് കല്യാണത്തിനും മറ്റേ ഇതിനൊന്നും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വളരെ വൾഗറായിട്ട് ഇത് ഡ്രസ്സ് ചെയ്യാനോ ലിപ്സ്റ്റിക് ഇടാനോ മുടി തൂക്കാനോ ഒന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമുക്ക് തികച്ചും ഹറാം തന്നെയാണ് അല്ലേ. അതൊക്കെ തികച്ചും നമുക്ക് ഹറാമ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ സാധാ രീതിയിൽ തന്നെ പോകുമ്പോൾ എന്നിട്ടിപ്പോ നല്ല ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ എന്ന് പറയുന്ന ഒരുപാട് പേരും ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ സ്ട്രെങ്തൻ ആക്കി വെച്ച് രാവിലെ മോർണിംഗ് പിന്നെ ജോഗിങ്ങിനൊക്കെ പോയി അവരൊക്കെ ഭയങ്കര ഉഷാറായിട്ടിരിക്കും അല്ലെ. പെണ്ണുങ്ങൾ വീട്ടിന്റെ അകത്ത് കൂടിയിരുന്ന് ചടഞ്ഞു കൂടിയിരുന്ന് ഒരു കോലത്തിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭർത്താക്കന്മാരെ ആകർഷിക്കാനും അവരെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനൊക്കെ നമ്മുടെ നമുക്ക് അള്ളാഹു അമാനത്തായിട്ട് നൽകിയിട്ടുള്ള ഈ ബോഡിയും സൗന്ദര്യമൊക്കെ ഏറ്റവും അത്യാവശ്യമാണെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് തരാതിരിക്കാമായിരുന്നു അല്ലേ. ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ അതൊക്കെ നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച അള്ളാഹു നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാ അല്ലെ. അത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഡിസ്പ്ലേ അല്ലെ. ഇതൊരു പിന്നെ അന്യ പുരുഷന്മാർക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളതോ പിന്നെ എന്താ പറയുന്ന അവരെ കാമിപ്പിക്കാനുള്ളതോ അല്ല. അതിനാൽ തന്നെ സ്കിൻ മസാജ് ചെയ്തും അതായത് നല്ല തണുപ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി വരണ്ട് പിടിച്ച് ഒരുമാതിരി ഈവൻ നമുക്ക് കുട്ടിയിലോ കൊടൈക്കനാലൊക്കെ പോയാൽ തന്നെ ഫീൽ ചെയ്യും അല്ലെ. സ്കിന്നൊക്കെ എന്തോ ഇതുമായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ സ്കിന്നൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലേ. ബോഡിയിൽ ഏത് ഭാഗത്താണ് പിന്നെ അത് എന്താണ് കൊഴുപ്പടിഞ്ഞ് കേറിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് പെർട്ടിക്കുലർ ബോഡി പാർട്ട് ഇല്ലേ മെനക്കെട്ട് കോൺഷ്യസ്ലി, അതായത് ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ചില പിന്നെ എന്താണ് ട്രെയിനേഴ്സ് പറഞ്ഞും കൊടുക്കും ബോഡിയിൽ സ്പെഷ്യൽ ബോഡി പാർട്ട് റെഡ്യൂസിങ് നടക്കൂലെന്ന്. ദിസ് ഇസ് നോട്ട് ഓക്കെ, ശരിയല്ല. സ്പെഷ്യൽ ബോഡി പാർട്സ് റെഡ്യൂസിങ് കൃത്യമായിട്ട് നടക്കും. കാരണം നമ്മളെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് പിന്നെ അലിയിച്ച് കളയാനുള്ള എക്സസൈസ് ഉണ്ട്. അതായത് സ്പെസിഫിക് ചിലർക്ക് മുഖത്തിനായിരിക്കും ഒരുപാട് വണ്ണം അല്ലെ, ഭയങ്കര തടിയായിരിക്കും മുഖം. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ മുഖം സ്കിന്നാക്കാൻ അല്ല തടി കുറയ്ക്കാനും, അതല്ലെങ്കിൽ ഊരഭാഗത്താണ് ചിലർക്ക് ഒരുപാട് തടി, ചിലർക്ക് കാലുകളുടെ ആയിരിക്കും അല്ലെ തൈവണ്ണം, അതായത് കാലിന്റെ പിന്നെ തൈ ഒരുപാട് വണ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും ആക്കിയിട്ടും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ മോഡേൺ ആയിട്ടാണ് ജീവിക്കുന്നത് അല്ലെ. ഒന്നിലും നമ്മൾ ആൻഷ്യന്റ് മെത്തേഡ് പിന്നെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും എല്ലാം മോഡേണാ. പഠനമാണെങ്കിൽ ഇന്റർനെറ്റും ഫോണും മൊബൈലും ലാപ്ടോപ്പ് ഒന്നും ഇല്ലാണ്ട് പഠിക്കൂല. ഈവൻ
നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വരെ എന്ന് പറയണമെങ്കിൽ വളരെ പിന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ രീതിയിൽ നിർമ്മിച്ചതാ. പക്ഷെ നമ്മുടെ ബോഡിയുടെ കാര്യം വരുമ്പോൾ മാത്രം നമുക്ക് അതിന്റെ ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടാവൂല. അങ്ങനെ മതിയോ? പോരാ അല്ലെ? അതൊക്കെ ദിവസത്തിൽ, അതായത് പിന്നെ ഇപ്പൊ ഡബിൾ ചിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്. അതായത് കവിള് ഇങ്ങനെ തൂങ്ങി കിടക്കുക അല്ലെ? ആ സംഭവം നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള പല രീതിയിലുള്ള സാങ്കേതിക മെത്തേഡ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, ഒക്കെ ഭയങ്കര കൃത്യമായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പണ്ടത്തെ കുട്ടികളെ മാതിരി SLC കഴിഞ്ഞ് കല്യാണം കഴിക്കൂല, +2 കഴിഞ്ഞിട്ട് കഴിക്കൂല, അങ്ങനെ അവർ കുറേ പഠിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ പണ്ട് അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ ബോഡിന്റെ കാര്യത്തിൽ പണ്ടത്തെ ഉമ്മമാർക്കാണ് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ബിക്കോസ് അന്നത്തെ ആണുങ്ങളും അങ്ങനെ ആയിരുന്നു. എന്തോ ഒരു കഥ ആണല്ലേ അവർക്ക്. ഒരു വയസ്സായി എന്നും പറഞ്ഞ് കാരണവരായിട്ട് വിത്തലച്ചെല്ലായിട്ട് കൊലായിൽ ഇരുന്നോളും. ഭാര്യമാരെ കൂടെ കിടക്കണമെന്നുണ്ടാവില്ല. അവർ കിടക്കൽ പോലും ഒരു മോളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടാ കിടക്കില്ല. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ആണുങ്ങൾ ഒരുപാട് മാറ്റം വന്നു. അവരൊക്കെ മോഡേൺ ആയി അല്ലെ? മോഡേൺ മീൻസ് നിസ്കാരത്തിലും അതിലും ശ്രദ്ധ ചെയ്യും പോലെ തന്നെ ജിമ്മ് ബോഡി ആക്കി വെക്കാനും പിന്നെ മസിൽസ് ഒക്കെ പെരുപ്പിച്ചു വെക്കാനും അല്ലാണ്ട് മിക്ക ആണുങ്ങളും, അതായത് ജോഗിങ്ങും ഒക്കെ. അപ്പൊ അവരോട് കടപിടിച്ച് അവരുടെ ഭാര്യമാരെന്ന് പറഞ്ഞ് എനിക്കറിയാം ഒരു 3-4 പിന്നെ ആണുങ്ങൾ എന്റെ പരിചയത്തിലുള്ള പോലെ കുടുംബത്തിലൊക്കെ ഉള്ളത്. കല്യാണം കഴിക്കുമ്പോഴേ അവർക്കൊരു മാച്ച് ആവാത്തത് ഉമ്മയപ്പം എടുത്തു കൊടുത്തു. അന്നേരം അവര് പറയുന്നുണ്ട് ഇത് എനിക്ക് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലെവലിൽ അവര് കാഷ്വലൊക്കെ ഫിനാൻഷ്യലി അവര് ഒരു സൗണ്ട് ആയപ്പം അവരെന്ത് ചെയ്യുക, വേറെ കല്യാണം കഴിച്ച്. അതായത് അവർ ആ ലെവലിലൊത്ത കല്യാണം വേറെ കഴിച്ചു. പക്ഷെ ഒന്നും പറയാതിരിക്കാൻ പറയാൻ നിവൃത്തില്ല അല്ലെ? ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ഇണകൾ സൗജായിരിക്കണം. അത് കൂടെ കൊണ്ടുനടക്കാനുള്ള ഒരു പിന്നെ എത്ര അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു പെണ്ണ് കാണലിന്റെ അവസരത്തിൽ 2-3 പ്രാവശ്യം ഒരു പെണ്ണിനെ കാണാന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ ഹലാല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കീപ്പ് ചെയ്യൽ ഏറ്റവും അത്യാവശ്യമാണ്. അതായത് ഇവിടൊക്കെ ഈ ഭാഗത്തൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള റിഡക്ഷന്റെ എക്സസൈസുകൾ ഉണ്ട്. 2 ഭാഗത്ത് ഭാഗത്ത് വണ്ണം വെക്കുന്ന അതിനുണ്ട്. വയറ് എന്ന് പറയുന്നത് ഭയങ്കര കൊഴുപ്പടിയുന്ന സാധനമാണ് അല്ലെ? വയറിന്റെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നമ്മളെ സ്ത്രീകൾ ആരും തന്നെ വേണ്ട വിധത്തിൽ കെയർ ചെയ്യാറില്ല എന്ന് വേണം പറയാൻ അല്ലെ? അപ്പൊ നമ്മളെ നിസ്കാരം തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കസാലമേലായി പോവുകയാണല്ലോ. അപ്പൊ പിന്നെ എല്ലാ ജാതി രോഗങ്ങളും വേദനകളും ഒക്കെ വരാണ് അല്ലെ? അപ്പൊ ഇങ്ങനൊക്കെ ബ്യൂട്ടി ആയിട്ട് നടക്കണമെന്ന് പറയുന്നത് മീൻസ് നമുക്കതിപ്പോ അങ്ങാടി കൂടെ നടക്കാനോ, ഷോള് പകുതി ഇട്ടില്ല, അല്ലെങ്കിൽ മറച്ചില്ല, ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ അവസ്ഥ അല്ലെ? നമ്മള് ഷോൾ ഇടാണെങ്കിൽ ഒരു സൈഡ് വൺ സൈഡ് ഷോളാണ്. ഇനി അഥവാ പിന്നെ എന്താ പറയാ മറിച്ചില്ല, തട്ടം മുടി മറിച്ചില്ല. അതായത് ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുള്ള എല്ലാ മുടിന്റെ കട്ടിങ്സും കാണണം അല്ലെ? മുടി ഗോൾഡ് ആക്കിയിട്ടുണ്ടാവും, ചിലപ്പോ ചോപ്പാക്കിയിട്ടുണ്ട്. അതൊക്കെ ആളുകൾ കാണുകയും വേണം. പേരിനൊരു തട്ടും. ഇത് ആരെയാണ് നമ്മൾ കളിപ്പിക്കുന്ന? അള്ളാഹുവിനല്ലേ? അള്ളാഹു ഫീ ഖുലൂബിക്കും, നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അല്ലെ? അള്ളാഹ്ക്ക് അറിയാം ഇങ്ങനൊക്കെ കളിച്ചാല് ഇതിപ്പോ നാട്ടു നടപ്പ് അനുസരിച്ചിട്ടുള്ള കളി, അല്ലാണ്ട് എന്റെ ഖുർആനും ഹദീസൊന്നും അനുസരിച്ചിട്ടല്ല ഇവള് ജീവിക്കുന്നതെന്ന് അള്ളാഹ്ക്കും തിരിച്ചറിയാം. ഇങ്ങനെ നടക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്ത് റൈറ്റാണുള്ള മക്കളെ പഠിപ്പിക്കാനല്ലേ? ചില ഉമ്മമാര് വളരെ നല്ലതായിരിക്കും, അതേസമയം ചില ഉമ്മമാര് തന്നെ ഇതേ അവസ്ഥയിലാണ്. അല്ലദീനഹും ലി അമാനാത്തിയും വാഹദിഹിം റാഊൻ, സൂറത്ത് മുഅ്മിനൂനിലെ ആയത്താണ് ഇതിലെ. അതായത് അമാനത്ത് പാലിക്കൽ സ്വർഗവാസികളുടെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണ്. അപ്പൊ നമ്മളൊക്കെ തന്നെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹം ഇന്നാ റാജിഊൻ, ഞങ്ങളെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതതിന്റെ വൃത്തിക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഒരു പിഞ്ഞാണ വാങ്ങിക്കൊണ്ടുവന്നു ഇവിടുന്ന് പൊട്ടിപ്പോയാൽ നമ്മൾ എന്തോ ഒരു ഭവ്യതയോടുകൂടി സ്നേഹത്തിൽ നിങ്ങളത് എവിടുന്നാ വാങ്ങിയ, ഞാനും എന്റെ സെറ്റ് വാങ്ങിത്തരാൻ തരില്ലേ, അതല്ല എന്നൊരു കസാലിന്റെ കാല് പോയാൽ ഒക്കെ നമ്മൾ വളരെ. പക്ഷെ ഈ അള്ളാഹ് തന്നിട്ടുള്ള ഈ അമാനത്തുകള് തിരിച്ചു കൊടുക്കുമ്പോ കംപ്ലീറ്റ് എന്താ പറയാ
ക്രാഷായിട്ടാ തിരിച്ചു കൊടുക്കുന്നത് അല്ലേ? ആരോഗ്യമാണെങ്കിൽ കണ്ണ് കാണുന്നുണ്ടാവില്ല, കണ്ണ് കാണാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ണ് കാഴ്ചക്കുറവാണെങ്കിൽ ഓക്കെ. ഇതല്ല, പല അസുഖങ്ങൾ നമ്മുടെ ബോഡി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണമാണ് നമുക്ക് ഷുഗറും പ്രഷറും അതും ഇതൊക്കെ കാരണമാണ് ഇങ്ങനെ പല അവയവങ്ങളും കയറി പിടിക്കുന്നത്. ഷുഗർ വന്നു കഴിഞ്ഞാൽ അറ്റാക്കിന് സാധ്യത കൂടുതലുണ്ട്, കാഴ്ചശക്തി മയോപ്പിയ വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ കിഡ്നീനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, സ്കിന്നിന്റെ സെല്ലുകളൊക്കെ ബാധിക്കും, ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത പോലെ തന്നെ ഈ സൗന്ദര്യം എന്ന് പറയുന്നതും, അതായത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അമാനത്താക്കിയിട്ട് കരുതി നമ്മളെ ഭർത്താവിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണെന്നില്ലേ, അദ്ദേഹത്തിന്റെ ഒരു അവകാശമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ആണ് നമ്മുടെ ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെ. റിലൽ സൗജ് അല്ലെ, നമ്മളെ ഭർത്താവിന് വേണ്ടി തന്നെങ്കിലും അത് സൂക്ഷിച്ച് വൃത്തിയിൽ നടക്കേണ്ടത് ഏറ്റവും വലിയ ഒരു അത്യാവശ്യമാണ് അല്ലെ. സ്വർഗത്തിലെ 8 വാതിലുകളും അബുവാബൽ ജന്നത്തി സമാനിയത്തെ തൊക്തോ എല്ലാം 8 വാതിലുകളും തുറക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഇത്. സലത്തുൽ മർഅത്തു ഹംസഹ, അതായത് 5 വക്ത് നമസ്കരിക്കുന്ന ഒരു സ്ത്രീ, വസാമത്ത് ഷഹറഹ അല്ലെ, റമദാനിൽ അവർ നോമ്പ് നോക്കും, വഹസനത്ത് ഫർജഹ, ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കും. 4-മതായിട്ട് പറഞ്ഞത് എന്താ? അതായത് ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിന്റെ രീതിയിലൊക്കെ. അപ്പൊ നമുക്ക് തന്നെ 2 രീതിയിലാക്കാൻ പറ്റും. നമ്മളെ വീട് ഒരു കുട്ടിച്ചോറാക്കാനും പറ്റും, വളരെ സ്നേഹത്തോടു കൂടി കുടുംബങ്ങളിലും ഭർത്താവിനെയൊക്കെ അണച്ചുകൂട്ടി ഒരുക്കി കൂട്ടി നിർത്താനും പറ്റും അല്ലെ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു പെരുമാറ്റ രീതി, നമ്മുടെ ഒരു ആരോഗ്യം, അത് വെച്ചാൽ ദേഷ്യം പിടിച്ച് വരുന്ന ഒരു ഭർത്താവാണെങ്കിൽ അപ്പൊ നമ്മളത് സൈലന്റ് ആയിട്ട് പിന്നെ അദ്ദേഹത്തിനെ കാമൻ കൂളാക്കുന്ന രീതിയിലേക്ക് വരും അല്ലെ. ഒരു വൈകാരികതയോടുകൂടി വന്നാണെങ്കിൽ അത് നമ്മൾ സാധിപ്പിച്ചു കൊടുക്കും. അപ്പം ഏത് രീതിയിൽ നമ്മുടെ കുട്ടികളായാലും മക്കളായാലും വീട്ടിലെ ഉമ്മ ആയാലും ഉപ്പ ആയാലും മദറിൻലോ ആയാലും ഫാദറിൻലോ ആയാലും എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടോട്ടൽ മൊത്തത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഒരു ടോട്ടൽ മാനേറാണ് നമ്മൾ അല്ലെ. അപ്പൊ അത് കൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിലപ്പം ഭംഗിയിൽ നടക്കും. ഭയങ്കര നല്ല ബിരിയാണി കുക്ക് ചെയ്യും, വേറെന്ത് പറഞ്ഞാലും ഉണ്ടാക്കും, അവരെ ചായ കുടിച്ചാൽ പോണ വെള്ളം നിന്നു അമ്മാതിരി ചായ, ഭയങ്കരമായിട്ട് പാലൊക്കെ കാച്ചി കുറുക്കി കാച്ചു. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ഈ രീതിയിൽ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളിൽ വലിയൊരു വിഭാഗം OCD-ക്കാർ. അവർ കഴുകി കുളിച്ച് വാഷ് ചെയ്ത് അവരുടെ ബോഡിയൊക്കെ ശ്രദ്ധിക്കാൻ അവർ ഒട്ടും സമയം കാണുന്നില്ല അല്ലെ. നമ്മുടെ ബോഡി സൂക്ഷിക്കാതിരിക്കാൻ കാരണം പറയുന്നത് എന്താണ്? മക്കളെ നോക്കാനുണ്ട്, അമ്മായിമ്മനെ കെയർ ചെയ്യണം, ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഇതൊന്നും തന്നെ ഒരു വിഷയമല്ല അല്ലെ. ഇതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയ അമാനത്ത് നമ്മളെ ആരോഗ്യം അല്ലെ, സ്കിന്ന് ചുക്കിച്ചുളിഞ്ഞ് രോഗിയായി മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലെ, അതൊരു 40-45 വയസ്സാണെങ്കിൽ ഒരു 80 വയസ്സിന്റെ അനാരോഗ്യം നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആവരുത് അല്ലെ. എവർ നെവർ വാക്ക് സച്ച് എ ലൈക്ക്, അതുപോലെ ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും നടക്കരുത് അല്ലെ. ഇപ്പൊ എത്ര ആരോഗ്യത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹെൽത്തിയാണ് എന്നുള്ള ഒരു തോട്ട് പാറ്റേൺ, ഒരു മാനസിക അവസ്ഥ നമ്മുടെ മറ്റുള്ളവരിൽ അല്ല നമ്മളെ മനസ്സിന് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെ. ഞാൻ നല്ല ഹാപ്പിയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ സന്തോഷമാണ്, വീട്ടുജോലി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പൊ കഴിയുന്നില്ലെങ്കിലും കഴിയുന്ന പണികളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിനക്ക് നന്ദി പറയുക. അപ്പൊ ഈ ഇല്ലാത്ത കാര്യങ്ങളും കൂടെ അള്ളാഹുവിനോട് പറയുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലൈൻ ശക്കർത്തും അസീദക്കുല്ലേ. അപ്പം ലിറ്ററലി നാം പറയുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച ഒട്ടേറെ മാർഗങ്ങളിലൂടെ ഹെൽത്തും വെൽത്തും പിന്നെ സൗന്ദര്യവും പിന്നെ ഇന്റലിജൻസും പ്രൊട്ടക്ട് ചെയ്യാൻ എ ലോട്ട് ഓഫ് വേസ് ഇൻ അവർ എർത്ത് അല്ലെ. നമ്മുടെ ഭൂമിയിൽ ഇഷ്ടമാതിരി മാർഗങ്ങളുണ്ട് ഇതൊക്കെ തന്നെ കെയർ ചെയ്ത് നിൽക്കാൻ. അൽഹംദുലില്ലാ ബാറക്കല്ലാ. അതായത് തിൽക്ക ഹുദൂദല്ലാ എന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ ബൗണ്ടറീസ് അത് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം. ഇന്നിപ്പോ സൗന്ദര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കുറെ ആഷും റൂഷൊക്കെ വാരിത്തച്ച് പുറത്തു പോകാനൊന്നല്ല പറയുന്നല്ലേ. ഇന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ കിട്ടിയിട്ടുള്ള ഭംഗി നമ്മൾ സ്വർഗലോകത്ത് ഇപ്പൊ ഒരു മിറാക്കിൾ എന്ന് പറയാൻ, സ്വർഗത്തിലെ സൂര്യങ്ങൾക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് പല സ്ഥലത്തും അതിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹൂർലിങ്ങളെ വെമ്പുന്ന
പിന്നെ സൗന്ദര്യമായിരിക്കും നമുക്ക്. ബിക്കോസ് ഉരുളിങ്ങൾ എന്ന് പറയുന്നത് അവിടെ വെറുതെ കുത്തിരുന്ന് കിട്ടുന്ന സൗന്ദര്യം. നമ്മൾ അതല്ല, ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് മക്കളെ നോക്കി വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും കംപ്ലീറ്റ്, നമ്മൾ ഉമ്മനോടുള്ളത്, ഉപ്പനോടുള്ളത്, അമ്മായിയമ്മനോടുള്ളത്, ഭർത്താവിന്റെ വീട്ടുകാരോട്, നാട്ടുകാരോട്, പിന്നെ കുട്ടികളോട്, എവിടെല്ലാം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതൊക്കെ നമ്മൾ സമൂഹത്തോട്, ഫ്രണ്ട്സിനോട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരോട് ഇല്ലേ, എല്ലാ റെസ്പോൺസിബിലിറ്റിയും തികഞ്ഞിട്ട് നമ്മൾ പരലോകത്തേക്ക് എത്തുന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക കാറ്റഗറിയാ അല്ലെ. ഇപ്പൊ ഈ സൗന്ദര്യമൊന്നും അല്ല, 33ന്റെ സൗന്ദര്യമൊന്നും 17ന്റെ സൗന്ദര്യം ഒക്കെ പറയുന്നുണ്ട്. അള്ളാഹു ആലം അതെന്ത് സൗന്ദര്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ. ചില സമയത്ത് എനിക്ക് പിൻട്രസ്റ്റിന്റെ ആപ്പ് ഉണ്ട്, അപ്പൊ അവരിങ്ങനെ ഓരോന്ന് അയക്കും. എന്റെ ഒരു പിന്നെ ആറ്റിറ്റ്യൂഡ് അവർക്ക് അറിയാലോ. അപ്പൊ നല്ല നല്ല പിന്നെ വാട്ടർഫോളിങ്, ഗാർഡന്, അത് ഇതിങ്ങനെ ഓരോ സാധനങ്ങൾ ഹായ് മുംതാസ് എന്ന് പറഞ്ഞ അയക്കും. ഇതൊക്കെ കാണുമ്പോ ഞാൻ വീക്ക് പഠിച്ചാൽ മനുഷ്യൻ വരച്ചുണ്ടാക്കിയ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ ഗാർഡന് ഇത്രമാത്രം ഭംഗി, താഴ്വാരത്തിലുള്ള റിസോർട്ടുകൾക്ക് ഇത്രമാത്രം ഭംഗിയുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നാളെ അവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ള റിസോർട്ടിന് ഇതിനൊക്കെ ഉള്ള ഭംഗി എത്രയാണാവോന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകൂലേ. അതൊന്നും നമുക്ക് ഭാവനയെ പോലും, ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഖത്തറ കൽബിൽ ബഷർ, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ സൗന്ദര്യം ആസ്വദിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കിട്ടിയത് എന്തെങ്കിലും സൂക്കടാണെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് നേരത്തിന് കുളിക്കൂല, അങ്ങനെ എന്തോ ഒരു കോലത്തിലൊക്കെ നടക്കും അല്ലെ. അതിനൊക്കെ കാരണം എക്സ്ക്യൂസ് പറയുന്ന ഒന്ന്, കുറച്ച് വയസ്സായില്ലേ, പിന്നെ ഇനിയിപ്പോ ആണുങ്ങൾ വേറെ പെണ്ണിട്ടാമല്ലോ ഒന്ന്. ഇനി അഥവാ ഡിവോഴ്സോ അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്തോലും അറിയാം നമ്മളെന്തിനാ ഇപ്പൊ അല്ല മാറ്റിച്ചമഞ്ഞ് ഒരുങ്ങി നടക്കണമെന്നല്ല, നമ്മൾ ബോഡി കെയർ ചെയ്യണം. അത് മസ്റ്റ് ബി ആണല്ലേ, അത് നിർബന്ധമാണ്. അള്ളാഹു തന്ന അമാനത്തായത് കൊണ്ട് തന്നെ അത് നിർബന്ധമാണ്. ഇനിയിപ്പോ ഞാൻ രണ്ടാമത് എനിക്ക് ഡിവോഴ്സുകളോടും പിന്നെ മരിച്ചവരോടും എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നമുക്ക് ഒരു ശരീരം തന്നിപ്പോ, ഇന്നിപ്പോ ഞാനൊരാളെ എൻ്റെ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോ ഭർത്താവ് മരിച്ചത് 4-5 കൊല്ലമായിട്ട് പുറത്തിറങ്ങലില്ല എന്നാ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് ഏത് നബിന്റെ ചര്യാണ് ഫോളോ ചെയ്യുന്നത്? കേൾക്കുന്നില്ല, ആ നിങ്ങൾ ഇത് ഇപ്പൊ കേൾക്കുന്ന, നിങ്ങൾ ഇത് ഏത് നബിന്റെ പിന്നെ ചര്യാണ് ഫോളോ ചെയ്യുന്ന അയാളോട് ചോദിച്ചല്ലേ. ഞാൻ നിസ്കരിക്കോ? ഞാൻ പറയും നിസ്കരിക്കാനും ഓതാനും പറഞ്ഞിക്കണം. ഒരു ആരോഗ്യമുള്ള ശരീരമാണ്, നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ വിരോധം അല്ലെ. അത് ഇസ്ലാമിൽ നമ്മൾ അങ്ങനെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഒക്കെ നമുക്കതൊക്കെ. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും സമയവും ഒക്കെ ഉണ്ട്, വീട്ടിൽ വേറെ ജോലികളൊന്നും ഇല്ലെങ്കിൽ മറ്റൊരു പുരുഷന് ജീവിതം കൊടുത്താപ്പൊ എന്താ, അയാൾക്കും എന്താണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിനും ഒരു ഉപകാരം തനിക്കും ഒരു ഉപകാരം അല്ലെ. ഒറ്റക്ക് കിടക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നമ്മളെ കൂടെ കൊണ്ട് നടക്കാൻ ഒരാളുണ്ട്, അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്കും നോക്കാം, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അയാൾക്കും നോക്കാം അല്ലെ. ആ രീതിയിലേക്ക് അല്ലെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ അതിൽ വേറൊരു വലിയൊരു അപകടാവസ്ഥപരമായ പോയിന്റ് എന്താന്ന് വെച്ചാല്, രണ്ടാം ഭാര്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലയിടത്തൊന്നും മക്കൾ ആ ഭാഗം കൊള്ള തിരിഞ്ഞു നോക്കൂല. അത് വലിയൊരു വിഷയമാണ്. അതൊക്കെ പിന്നെ രണ്ടാം വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയപ്പോ നമ്മൾ ആ വിഷയം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിക്കും അല്ലെ, ഇങ്ങനൊക്കെ ആണ്, നമ്മൾ എന്തിനാണ് ഇപ്പൊ മൊഞ്ചായിട്ട് നടക്കുന്നത് ഇതാക്കുന്നത്. അപ്പം അള്ളാഹു ജമീലാണ്, ഹിബുൽ ജമാൽ, അള്ളാഹു ആ ഭംഗി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു ഭംഗി തന്നിട്ടുള്ളതും. ആ ഒരു അമാനത്ത് സൂക്ഷിക്കാനും അത് അതിന്റെ പോലെ കൈകാര്യം ചെയ്യാനും ഒക്കെ നമ്മൾ നിർബന്ധിതരാണ്. എന്ന് വെച്ച് വീട്ടിൽ വരുന്നവരോട് കൊഞ്ച്, ഇപ്പം ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഭയങ്കര കമ്പനി ഇതൊക്കെ ആണല്ലോ. പക്ഷെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ നേരത്തെ സുമയ്യ പറഞ്ഞ പോലെ വളരെ ഹയായിൽ, അതായത് ലജ്ജയോട് കൂടിയും അതിലിന്റെ മറവിൽ നിന്നിട്ടും മുഖം ശരിക്കും പ്രത്യക്ഷമാകാത്ത രീതിയിലും കൊഞ്ചിക്കുഴയാത്ത രീതിയിലും വേണം പ്രത്യേകം സംസാരിക്കാൻ. അത് സ്ത്രീയുടെ ഏറ്റവും സൗന്ദര്യത്തിന്റെ ഘടകം തന്നെയാണ് അല്ലെ. അന്യ പുരുഷന്മാരെ കാണുമ്പോൾ പറഞ്ഞു നിൽക്കലും കൊഞ്ചിക്കുഴയാതിരിക്കലും വീണ്ടും വീണ്ടും അവരെ മുഖത്ത് നോക്കാതിരിക്കലും ഒക്കെ. ഇപ്പൊ ചിലർക്കൊക്കെ വർത്താനം പറയുമ്പോൾ ശരിക്കും മുഖത്ത് നോക്കി തന്നെ സംസാരിക്കും. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. ഈവൻ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും അനിയനും മുതൽ അനിയത്തിന്റെ ഹസ്ബൻഡുമാര് വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹറല്ല, അന്യപുരുഷന്മാരാണ്. അവർക്കെല്ലാം നമ്മളെ വിവാഹം കഴിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടേതായ ഒരു അദബും ചിട്ടയൊക്കെ പാലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പം ഈ വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമ്മളെ ആരോഗ്യം പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. പിന്നെ നമ്മളൊക്കെ വിചാരിക്കും ഇപ്പൊ പ്രായമായില്ലേ, പ്രായമായ നാട്ടിൽ സാധാരണ അല്ലേ സുക്കട് വരുമല്ലോ
പക്ഷെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത്. വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. ഒരു ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മുടെ സെൽഫ് ബോഡിക്ക് വേണ്ടി, ഈ ബോഡി ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ അമല് ചെയ്യാൻ പറ്റുള്ളൂ. അമല് ചെയ്താലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അമല് ഏറിക്കഴിഞ്ഞാൽ എത്താൻ പറ്റുള്ളൂ. അതിന്റെയൊക്കെ ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഹെൽത്ത് ആണ്, ആരോഗ്യമാണ് അല്ലെ. അപ്പം ആരോഗ്യം, അതായത് പിന്നെ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവും. നമ്മളെ ഉമ്മ ചെറുപ്പത്തിലേ നമ്മളെ പഠിപ്പിച്ചാണ് ചുമര് വേണം മോളെ ചിത്രം വരയ്ക്കണമെങ്കിൽ അല്ലേ. അപ്പൊ അതുപോലെ നമ്മളെ ചുമരാണ് നമ്മുടെ ആരോഗ്യം. ആ ആരോഗ്യം അള്ളാഹു തന്ന രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കാൻ സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഓരോ സ്ത്രീകൾക്കും പല അബദ്ധങ്ങളും പല ഇതുകളും വെച്ചാൽ ഒസിഡിക്കാർക്കൊക്കെയാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അവരെന്ന് പറയുന്നത് നമ്മളെക്കാൾ വൃത്തിയായി കഴുകി കുളിച്ച് തുടച്ച് കൊണ്ട് നടക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, കണ്ടാൽ നമുക്ക് തൊടാൻ പോലും മടിക്കുന്ന ഒരു രീതിയില്. കാരണം നല്ല ഡ്രസ്സൊക്കെ അലമാരിയിൽ മടക്കി വെച്ചിട്ടുണ്ടാവും, അയൺ ചെയ്ത പോലെ വൃത്തിക്ക്. അപ്പൊ അത് എടുത്ത് ഇട്ടാൽ അത് ചുളിഞ്ഞു പോകൂലേ, പിന്നെ നാളെയും വാഷ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച ഏറ്റവും മോശമായ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് കുളിച്ചിട്ടുണ്ടാവും, 1 മണിക്കൂർ വരെ വെള്ളം ഒഴിച്ച് കുളിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ കാര്യമില്ലല്ലോ, ഡ്രസ്സിങ്ങിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആർക്കെങ്കിലും OCD ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ വ്യത്യസ്ത OCDക്കാരാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചിലർക്ക് ഡ്രസ്സ് അലക്കുന്നതിൽ, ചിലർക്ക് മടക്കുന്നതിൽ, ചിലർക്ക് വാഷ് ചെയ്യുന്ന, ചിലർക്ക് നിലം തുറക്കുന്നതിൽ, ചിലർക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന, ചിലർക്ക് കുട്ടികൾ പഠിക്കുന്നതിൽ അല്ലെ, ചിലർക്ക് ഹസ്ബൻഡിനോടുള്ള ലവ് അല്ലെ, അതായിരിക്കും ചിലപ്പോൾ അവരെ താവത്ത്. അങ്ങനെ അല്ല, അത് വേണ്ടാന്നല്ല കേട്ടോ. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ സ്പെസിഫിക്കലി ഇങ്ങനെ പെരുമാറാണ്ട് എല്ലാം മൊത്തം ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹിന്റെ അമാനത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന സത്യവിശ്വാസികൾ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അവരുടെ പേരും പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ലൈസൻസ് കിട്ടുന്ന ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരായി തീരുവാനും, നമ്മളെ സന്താനങ്ങൾ സ്വാലിഹായ സന്താനങ്ങളായി തീരാനും, ഇഹത്തിലും പരത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുവാനും വിധി കൂട്ടുമാറാകട്ടെ.